നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും കേരളത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാവേണ്ട ഒരു കാലാവസ്ഥയാണ്, ഒരു ദുരവസ്ഥയാണ് മറ്റ് രണ്ട് കക്ഷികളും ഇവിടെ വർഷാവർഷങ്ങളായിട്ട് അല്ലെങ്കിൽ എല്ലാ പഞ്ചവത്സരങ്ങളിലും അവര് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വളരെ നേരായ മാർഗത്തിൽ പരീക്ഷ എഴുതി വിജയിച്ച ഒരു ലിസ്റ്റ് ഇനി അങ്ങ് ഇല്ലാതാവാൻ PSC വഴി തെരഞ്ഞെടുക്കപ്പെട്ട ഇത്രയും വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പറ്റം യുവാക്കൾ അവിടെ നിരാഹാരം കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം. കേരളം എന്ന സംസ്ഥാനത്ത് പോലീസിലായാലും മറ്റ് സർക്കാർ ഉദ്യോഗത്തിനായാലും പിൻവാതിൽ നിയമനം, അതിലെ സ്വജനപക്ഷപാതം, സ്വപാർട്ടി പക്ഷപാതം, ഇതൊക്കെ അധമമാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും ഒരു രാഷ്ട്രീയം ഇല്ലെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിലും ജീവിക്കേണ്ടത് ഈ മണ്ണില് അടിസ്ഥാനപരമായ ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ അധമ ഭരണത്തെ ആട്ടിച്ച് തറ പറ്റിക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പഞ്ചായത്ത് വാർഡിലെ തെരഞ്ഞെടുപ്പാണെന്ന് ഒതുക്കിക്കളയരുത്. ഇത് വളരെ പ്രസക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതൊരു സൂചനയല്ല, ഇത് കഠിനമായ ഒരു ശിക്ഷയായിട്ടാണ് മറ്റ് രണ്ട് രാഷ്ട്രീയ കക്ഷികൾക്കും നിങ്ങൾ നൽകേണ്ടത്. കഠിന ശിക്ഷയായിരിക്കണം നിങ്ങളുടെ തീരുമാനമെന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ അനുഗ്രഹമായി തീരണം കുഞ്ഞനുജത്തി രജനിക്കും എന്ന് ഞാൻ വളരെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും രാഷ്ട്രപരമായും ഞാൻ മനസ്സിലാക്കി നിങ്ങളോട് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. വിജയമല്ല, വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള ഇതിന് മുമ്പുണ്ടായിരുന്ന ഭൂരിപക്ഷത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഭൂരിപക്ഷം നൽകി അനുഗ്രഹിക്കണം രജനിയുടെ മുമ്പോട്ടുള്ള കഷ്ടിച്ചിനി ഏതാണ്ട് 1 വർഷവും 8 മാസവുമാണ് ബാക്കിയുള്ള, അല്ലേ? 2025 നവംബർ ഡിസംബർ മാസത്തിലാണ് ഇനി നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻസ് വരുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഒരു ശുഷ്കിച്ച സമയം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്രയും കാലം കാണാത്ത ഈ വാർഡില് പ്രവർത്തനങ്ങൾക്ക് ഒരു ഔന്നത്യം പ്രദർശിപ്പിക്കുവാൻ രജനിക്ക് സാധിക്കും. രജനിക്ക് ആ ദിശയിലേക്ക് വേണ്ടതായ പിന്തുണ ഇന്ന് രാജ്യസഭയിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏത് ദേശത്തും സംസ്ഥാനങ്ങളുടെ അതിർവരമ്പുകൾ ഇല്ലാത്ത പ്രവർത്തനം ഫണ്ടുകളിലൂടെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന MP-മാർ നമുക്ക് ഏതാണ്ട് 6 പേരിപ്പുണ്ട്. ആ 6 പേരെ കൊണ്ട് എന്തെങ്കിലും ചെറിയ തോതിൽ ഒരു ഹൈമാസ്റ്റോ, ഒരു മിനിമാസ്റ്റോ, ഒരു റോഡ് മുഴുവൻ ഒന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് അപകടം വരുത്തി വെക്കുന്ന ഇരുട്ടിന് അകറ്റാനും ഒക്കെയുള്ള സഹായത്തിന്റെ രീതിയിൽ പരമാവധി ഞാനും രജനിയെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി അവരുടെ ഇവിടുത്തെ ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്കുള്ള പ്രവർത്തനത്തിന് കൈത്താങ്ങായിരിക്കും, മനത്താങ്ങായിരിക്കും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ വാർഡിലെ മുഴുവൻ വോട്ടും ഏതൊരു സ്ഥാനാർത്ഥികളുടെ പോലും വോട്ട് രജനിക്ക് കിട്ടണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് സാധ്യമല്ലെന്ന് എനിക്കറിയാം. അത് നമ്മൾ അങ്ങനെ അത്രയും എന്താ ആംഗ്ലേയത്തിൽ പറയും ഡോണ്ട് ബി ടു ഡിമാൻഡിങ് എന്ന് പറയും, അല്ലേ? എന്നപ്പോ ഈ വെയിലേറ്റ് വാടില്ല എന്നെനിക്കറിയാം, കാരണം എല്ലാം തീയിൽ കുരുത്തതല്ലേ, പാടില്ല എന്നെനിക്കറിയാം. ഞാനും പ്രവർത്തന മേഖലയിൽ ഇതുപോലെ നല്ല വെയിലേറ്റ് ഈ വെയിലിന്റെ ചൂടും വെളിച്ചവും പോരാന്ന് പറഞ്ഞ് റിഫ്ലക്ടറും കൂടെ വെച്ച് സിനിമ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ സിനിമ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സമ്പ്രദായത്തിന്റെ ഭാഗമായതുകൊണ്ട് പൊള്ളുന്നുണ്ടെങ്കിലും വാടില്ല ഈ പ്രായത്തിലും എന്നാണ്. അപ്പൊ നമ്മളെല്ലാവരും തുല്യ ദിശയിൽ തുല്യമായ അവസ്ഥയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. രാജ്യത്തെ മറ്റ് ജില്ലകളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ
രാജ്യത്തിൻ്റെ മറ്റ് ഖണ്ഡങ്ങളിൽ ഒക്കെ നടക്കുന്ന വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോഴും മലയാളികൾ തമിഴ്നാടിൻ്റെ ഏറെ ഭാഗങ്ങളും കർണാടകത്തിൽ ഇങ്ങനെ മാറിയും മറിഞ്ഞുമൊക്കെ ആ കാഴ്ചകൾ കണ്ട് കൊതിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിന് രാഷ്ട്രീയം നിർദ്ദേശിക്കുന്ന ഭരണ സംവിധാനത്തിന് ഒരു വില കൽപ്പിക്കാനുണ്ട് എന്ന് മലയാളി മറന്നോ എന്ന് പറയുന്ന ചിന്താഗതിയാണ് ഇവിടെ വിശകലനം ചെയ്യപ്പെടുന്നത്.